ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 കപ്പിന് 3/4 കപ്പ് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് തുവരപ്പരിപ്പാണ് നമ്മൾ സാമ്പാർ വെക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. പരിപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സാമ്പാർ കഴിക്കുന്ന സമയത്ത് ആ പരിപ്പിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് സമയമെടുത്ത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വറുത്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കുക്കറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ പരിപ്പ് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 250 കപ്പിന് തന്നെ 2 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പരിപ്പ് വേവിച്ചെടുക്കരുത്. ഒരുപാട് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുക്കറിൻ്റെ പുറത്തോട്ട് വെള്ളം തിളച്ച് മറിയും. അതുകൊണ്ട് ഒരു 2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം ഇവിടെ 4 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ പരിപ്പെല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കയ്യിൽ ഉപയോഗിച്ച് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചേന കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള പച്ച നേന്ത്രക്ക കട്ട് ചെയ്തെടുത്തത്, പിന്നെ ചെറിയൊരു കഷ്ണം കുമ്പളം, പിന്നെ മത്തങ്ങ, പിന്നെ 2 മീഡിയം സൈസിലുള്ള കോവക്ക, പിന്നെ ചെറിയൊരു കഷ്ണം പടവലം കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു 1/2 കപ്പ് പയർ കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു 10-12 ചെറിയുള്ളി, പിന്നെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തത്, 3-4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്. ഇത്രയും പച്ചക്കറികളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പം ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ പച്ചക്കറിയെല്ലാം നമുക്കിവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ 1/4 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള മുരിങ്ങക്കായ ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ മൂത്ത മുരിങ്ങക്കായ ആണെങ്കിൽ നമ്മൾ പച്ചക്കറി വേവിക്കുമ്പോൾ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഇളം മുരിങ്ങക്കയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങക്ക വെന്തുടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് കൂടെ 3/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള ശർക്കരയാണ് ഉള്ളതെങ്കിൽ ചെറിയൊരു കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഇതുപോലെ ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടും. അങ്ങനെ ഇതിപ്പം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം.
ഇനി ഇതുപോലെ ചെറിയൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 വെണ്ടക്ക ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഈ വെണ്ടക്കര തിക്നെസ് എല്ലാം നമുക്കൊന്ന് മാറിക്കിട്ടും. അങ്ങനെ ഇപ്പോൾ ഈ വെണ്ടക്കര തിക്നെസ് എല്ലാം നമുക്കൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് 2 എണ്ണം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പെട്ടെന്ന് തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കൂടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കും. ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാമ്പാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സദ്യ സ്പെഷ്യൽ സാമ്പാർ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.